അങ്ങനെ മലയാളികൾ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 7 തുടങ്ങി. നമ്മൾ 6 കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് 7 തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും അത്രയും ആകാംക്ഷയിലാണ്. സോഷ്യൽ മീഡിയ ഒക്കെ വീണ്ടും ആക്റ്റീവായി, യൂട്യൂബൊക്കെ ആക്റ്റീവായി തുടങ്ങി. കുറേ റിവ്യൂവേഴ്സ് ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ആളുകൾ 18 ആളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത്. കുറച്ച് പേരെ നമുക്ക് പരിചയമില്ലാത്തുള്ളൂ. എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ബാക്കിയെല്ലാവരും നമുക്ക് ടി വിയിലും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയമുള്ള മുഖങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ടഫ് ടാസ്കുകളായിരിക്കും. 7ൻ്റെ പണിയെന്ന് പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. കാരണം ഒരു ടാസ്കോട് കൂടിയാണ് ഇവർ അകത്തേക്ക് കയറുന്നത് തന്നെ. അപ്പോൾ ആ ടാസ്കിൽ വിജയിച്ചവർക്ക് മാത്രമാണ് ഡ്രസ്സ് ആദ്യം കൊടുത്തത്, പെട്ടി. ബാക്കിയുള്ളവർക്ക് വേറെ എന്തൊക്കെയോ വിറക്, പിന്നെ ചാക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട്. ഇന്നലെ ഇവർ കയറിയതിന് ശേഷമുള്ള ഭാഗമാണ് അത്. പിന്നെ ഇന്നിപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ടാസ്കുകൾ തുടങ്ങും. അപ്പോൾ വീണ്ടും പഴയ പോലെ ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് വീണ്ടും അത് എന്താ പറയുക, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിനെക്കാട്ടും കുറച്ചും കൂടി അടിപൊളിയാവാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് അനീഷാണ്, കോമണർ അനീഷ്. അനീഷ് വന്ന് കയറിയപ്പോൾ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് കുറച്ച് വാചകമടിയുള്ള ആളാണ്, സ്ത്രീ വിരുദ്ധതയുള്ള ആളാണ് എന്നൊക്കെ. അത് സംഭവം സത്യമാണെന്ന് തന്നെ തോന്നി. കാരണം അനുമോൾ വന്ന് കയറിയ ഉടനെ തന്നെ അനീഷ് പറയുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ഭംഗിയില്ലല്ലോ. അപ്പോൾ തന്നെ ഒരു ചൊറിയണ സ്വഭാവം അവിടെ പ്രകടമായി. സ്ക്രീനിൽ കാണുന്ന ഭംഗിയില്ലല്ലോ, നേരിട്ട് കാണാൻ പെട്ടെന്ന് മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും വന്നപ്പോഴൊക്കെ നല്ല സ്നേഹത്തിലും സംസാരിക്കാനൊക്കെ എല്ലാവരും നല്ല ആളുകളാണ്. ഒരു പാവം പോലെയൊന്നും ആരെയും തോന്നിയിട്ടില്ല. ശരത്തപ്പാനിയുണ്ട്, ശൈത്യയുണ്ട്, ബിന്നിയുണ്ട്, ആർജെ ബിൻസിയുണ്ട്, ഷാനവാസ് ഉണ്ട്, സരിക ഉണ്ട്, ശാരിക ഉണ്ട്. എല്ലാവരും കാത്തിരുന്ന രേണുസുതിയുണ്ട്. അപ്പോൾ രേണുസുതിയൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വന്നു. പുള്ളിക്കാരിക്ക് എന്തായാലും പുള്ളിക്കാരി കണ്ടൻറ്റ് കൊടുക്കാൻ ഏറ്റവും നല്ലൊരാളായിരിക്കുമെന്ന് എനിക്ക് തോന്നി.